നമ്മളെക്കാൾ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുമായിട്ട് നമ്മൾ സഹകരിക്കണം. അതൊക്കെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്? ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഇത്ര അപ്ഡേറ്റഡ് ആയിട്ട് ഇത് മോക്കോബോട്ടിക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇൻഡോർ ഫൈലിലൊക്കെ. അപ്പോൾ അതിനൊക്കെ ആ കാര്യങ്ങളൊക്കെ ദിലീപേട്ടൻ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? അല്ല, ഞാനിപ്പോൾ സിനിമയിൽ വന്നിട്ട് ഏകദേശം 34 വർഷമായി. നമുക്ക് ഓരോ സിനിമയും അല്ലെങ്കിൽ ഓരോ ദിവസവും പാഠപുസ്തകം പോലെയാണ്. സിനിമ ഇതൊരു വലിയ കടൽ പോലെയാണ്. ഇതൊന്നും പഠിച്ചാൽ തീരുവില്ല എന്ന് പറഞ്ഞാൽ ദിവസം ദിവസം ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മുമ്പിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. ഇപ്പോൾ ഇന്റർനെറ്റ് മറ്റുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്പം പറയുന്നു, ഇന്ന നടക്കുന്നുണ്ട്, ഇങ്ങനെ സാധനം വരുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ ചിലപ്പോൾ കുറച്ച് വൈകുമായിരിക്കും. പക്ഷെ നമ്മൾ ഇന്നും ആസ് എ സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പുതിയത് കണ്ടുപിടിക്കുക. പിന്നെ പുതിയ ശരിക്കും ഞാൻ ഇവരോടൊക്കെ പറയേണ്ടത്, നമ്മളെക്കാൾ അറിവുള്ള ടെക്നീഷ്യൻസിന്റെ കൂടെ തന്നെയായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ അതുപോലെ നമ്മളെക്കാൾ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുമായിട്ട് നമ്മൾ സഹകരിക്കണം. അപ്പോഴാണ് നമ്മൾക്കും വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും ഉപയോഗിക്കാത്ത ടെക്നോളജിയുടെ കൂടെ പോകുമ്പോൾ നമുക്കും പുതിയ നോളജാണ്. അതെടുത്ത് നമുക്ക് അടുത്ത സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് അത് വേണോട്ടോ ഇത് വേണോട്ടോ അങ്ങനെ വന്നൂടെ എന്നൊക്കെ ചോദിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരും. ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്യാമറമാൻമാരാണെങ്കിലും മറ്റുള്ള എല്ലാ ടെക്നിക്കൽ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയത് എന്തെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മളും അതിൻ്റെ കൂടെ പോകുമ്പോൾ നമ്മളും പതുക്കെ അതിൻ്റെ ഭാഗമാവില്ലേ.